എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമ്മതത്തോടുകൂടിയാണ് കല്യാണം നിശ്ചയിച്ചത്. മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോൾ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയ കൊണ്ടാണ്. സൗത്രി, വെറുതെ മോഹിച്ചിട്ടുണ്ടായില്ല. അതിനുള്ള യോഗ്യത കൂടി വേണം. സഹദേവനില്ല, അവന്റെ ഭാര്യയാണ്. അവളെ നിനക്ക് നേരത്തെ അറിയാം. പിന്നെ എവിടെ വലിയ ബടാ പാർട്ടിക്ക് വിട്ടു കൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി. ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിന്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിന്റെ ബിസിനസിനെ സഹായിക്കുന്ന ശീലാവതിയെ പറ്റി കേട്ടു. അതെന്റെ സാവിത്രിക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണമെന്ന കാര്യം മാത്രമാണ്. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാൻ ഏറ്റവും വലിയ ശിക്ഷ.